ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തട്ടുകടകളിലും റെസ്റ്റോറൻറ്റുകളിലും കിട്ടുന്നത് പോലുള്ള കാട ഫ്രൈ തയ്യാറാക്കിയാലോ? നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കാട ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി കഴുകി വൃത്തിയാക്കിയ കാട ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഇതിനുള്ളിലൊക്കെ നന്നായി മസാല പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു പിഞ്ച് റെഡ് കളർ കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ മസാലയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചെന്ന കാടയുടെ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മസാല പുരട്ടി കൊടുക്കുക. എല്ലാ പീസും ഇങ്ങനെ മസാല പുരട്ടിയതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. അതിനായി ചൂടുള്ള എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ കാടയുടെ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് എണ്ണയിൽ നന്നായി വറുത്ത് കോരുക. ഒരു ഭാഗം നന്നായി റെഡ് കളറായി വന്നാൽ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊട്ട് മറുഭാഗവും നന്നായി വേവിക്കുക. ഇപ്പോൾ കാട ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.